നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടീം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിഒ അഷ്ടമിച്ചിറ ചാലക്കുടി. കേബിൾ ടിവി സ്ഥാപക നേതാവും ദീർഘകാലം COS സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന NH അൻവറിന്റെ ഓർമ്മദിനം ഇന്ന്. 8ാമത് ചരമവാർഷിക ദിനത്തിൽ മേഖലാ കേന്ദ്രങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലും പതാക ഉയർത്തൽ ചടങ്ങും അനുസ്മരണവും നടന്നു. SSLC ഫലപ്രഖ്യാപനം നാളെ. ഹയർ സെക്കൻഡറി ഫലങ്ങൾ 9-ന് പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 11 ദിവസം മുൻപെയാണ് SSLC ഫലപ്രഖ്യാപനം നടത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഫലം പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ ചൂട് കുറയുന്നു. മെയ് 8 മുതൽ എല്ലാ ജില്ലകളിലും പരക്കെ മഴയ്ക്ക് സാധ്യത. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി സ്ഥാപക നേതാവും ദീർഘകാലം COS സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന NH അൻവറിന്റെ ഓർമ്മദിനം ഇന്ന്. അദ്ദേഹത്തിന്റെ 8ാമത് ചരമവാർഷിക ദിനമായ മെയ് 7-ന് മേഖലാ കേന്ദ്രങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലും പതാക ഉയർത്തൽ ചടങ്ങും അനുസ്മരണവും നടന്നു. മാള മേഖലയിൽ നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് PS സുബിതൻ പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് P ആന്റണി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി CP പ്രദീപ് സംസാരിച്ചു. ഓപ്പറേറ്റർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ചയും സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളെയും എല്ലാം ഉൾക്കൊണ്ട് ഈ മേഖലയ്ക്കകത്ത് അത് പ്രാവർത്തികമാക്കാൻ വളരെ പ്രായോഗിക തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് NH അൻവർ. നമ്മളിന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കാരണം കേബിൾ TV ഇൻഡസ്ട്രിക്കകത്ത് ഇത്തരത്തിലുള്ള ജനകീയ സംരംഭങ്ങളുടെ പ്രാധാന്യവും കേബിൾ ടിവി എന്ന പ്രസ്ഥാനത്തെ ഉന്നതിയിലെത്തിക്കാൻ അഹോരാത്രം പരിശ്രമം നടത്തിയ വ്യക്തിയും അസംഘടിതരായ കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു സംഘടന കെട്ടിപ്പടുത്ത നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മദിനമായ ഇന്ന് സംസ്ഥാനത്തെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ കേബിൾ ടിവി ദിനമായി ആചരിക്കുകയാണ്. സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം നാളെ. ഹയർ സെക്കൻഡറി ഫലങ്ങൾ 9-ന് പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 11 ദിവസം മുൻപെയാണ് SSLC ഫലപ്രഖ്യാപനം നടത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് SSLC ഫലം പ്രസിദ്ധീകരിക്കും. ഇത്തവണ 4,27,105 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതിൽ 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത്. ഏപ്രിൽ 3 മുതൽ 20 വരെയായിരുന്നു മൂല്യനിർണ്ണയം. +1, +2 പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ 77 ക്യാമ്പുകളിലായി 25,000-ഓളം അധ്യാപകരാണ് പങ്കെടുത്തത്. 9-നാണ് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിക്കുക. ഫലപ്രഖ്യാപനത്തിനനുസരിച്ച് +1 പ്രവേശനം വേഗത്തിലാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. നാടൻ കലാ പാരമ്പര്യത്തിന്റെ തനിമയും ഗരിമയും വിളിച്ചോതിയ വേലവരവും കരിനിലക്കൂട്ടത്തിന്റെ പാട്ടുപൊലിമയും ചവിട്ടുനാടകവും ദൃശ്യവിസ്മയം തീർത്ത പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശ്ശേരി ദേശക്കാഴ്ചയ്ക്ക് സമാപനമായി. മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, വട്ടമുടി, കാളകളി, കുതിരകളി തുടങ്ങിയ നാടൻ കലകളുടെ അകമ്പടിയോടെ നടന്ന വേലവരവ് ദേശത്തിന്റെ ഉത്സവ കാഴ്ചയായി. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് ശങ്കരനാരായണക്കുറുപ്പ്, രാമചന്ദ്രൻ, സുബ്രഹ്മണ്യൻ മാമ്പ്ര എന്നിവരെ രമേശ് കരിനിലക്കൂട്ടം ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ, അയ്യപ്പൻകുട്ടി, ഉദിമാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, അംഗങ്ങളായ ധിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, UK പ്രഭാകരൻ, PC ഷൺമുഖൻ, TV ഷാജി, ഓമന ജോർജ്, സവിത ബിജു, ജിഷ ബാബു, മിനി പോളി, രേഖ സന്തോഷ്, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 21 ദിവസം നീണ്ടുനിന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. മോഹനം ചലച്ചിത്രോത്സവം, വേനൽമഴ, കുട്ടികളുടെ നാടകക്കളരി, കൊടിയേറ്റം, പഞ്ചാരിമേളം, നൃത്തോത്സവം, കാർന്നൂരുകൂട്ടം, നാടകരാവ്, സംഗീതോത്സവം, പൈതൃകോത്സവം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. സംസ്ഥാനത്തെ ചൂട് കുറയുന്നു. മെയ് 8 മുതൽ എല്ലാ ജില്ലകളിലും പരക്കെ മഴയ്ക്ക് സാധ്യത. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വെള്ളിയാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തി.
മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ. വരുണജപം എന്ന പേരിൽ പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് പൂജ നടക്കുന്നത്. ചൂടും വരൾച്ചയും മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ ഭക്തരും വിശ്വാസികളും ചേർന്ന് വരുണജപം എന്ന പേരിൽ പൂജ സംഘടിപ്പിച്ചത്. മഴ പെയ്യുന്നതിനായി നടത്തുന്ന ഒരു പൂജയാണിത്. മഴയുടെ ഭഗവാനായ വരുണൻ പ്രീതിപ്പെടുത്തി മഴ പെയ്ക്കുക എന്നതാണ് ഈ പൂജയുടെ ലക്ഷ്യം. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പൂജ നടത്തുന്നത്. 40 വർഷം മുൻപാണ് മഴ പെയ്യിക്കുന്നതിന് ഇത്തരത്തിൽ പൂജ നടത്തിയത്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് കൊടിയേറി. കണ്ണൂർ രൂപതാമെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല കൊടിയേറ്റം നിർവഹിച്ചു. കൊടിമരത്തിന് ചുറ്റുമായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും ക്രൈസ്തവ പാരമ്പര്യ വേഷം ധരിച്ചവരും വർണ്ണബലൂണുകളും കൊടികയറ്റത്ത് കർമ്മത്തിന് പകിട്ടേകി. തുടർന്ന് ദിവ്യബലി, വചനപ്രഘോഷണം, ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെയും വൈകിട്ടും ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടക്കും. 13 തിങ്കൾ വൈകിട്ട് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഗ്രാമപ്രദക്ഷിണമുണ്ടാകും. മെയ് 14-നാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. രാവിലെ കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് സന്ദേശം നൽകും. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനുമായി എത്തിച്ചേരും. ഇതുകൊണ്ട് തീർത്ഥാടകർക്കായി വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ SDPI കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI തൃശൂർ ജില്ലാ സെക്രട്ടറി KV നാസർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി പാലിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ രാജ്യം എത്രമാത്രം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇവിടെ ഉയർന്നു കേൾക്കേണ്ടത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി താൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് താൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി AK മനാഫ്, കമ്മിറ്റി അംഗം മജീദ് പുത്തഞ്ചിറ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നിജാസ് സിദ്ദിഖ്, ഫൈസൽ KK, ഇബ്രാഹിം, അൻസിൽ, ഷഫീഖ് ചാപ്പാറ, വിമൻ, ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് റഷീദ അബ്ദുൽ മജീദ്, മണ്ഡലം കമ്മിറ്റി അംഗം നഫ്ന മുജീബ് മുതലായവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേബിൾ TV സ്ഥാപക നേതാവും ദീർഘകാലം COS സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന NH അൻവറിന്റെ ഓർമ്മദിനം ഇന്ന്. 8ാമത് ചരമവാർഷിക ദിനത്തിൽ മേഖലാ കേന്ദ്രങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലും പതാക ഉയർത്തൽ ചടങ്ങും അനുസ്മരണവും നടന്നു. SSLC ഫലപ്രഖ്യാപനം നാളെ. ഹയർ സെക്കൻഡറി ഫലങ്ങൾ 9-ന് പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 11 ദിവസം മുൻപെയാണ് SSLC ഫലപ്രഖ്യാപനം നടത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഫലം പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ ചൂട് കുറയുന്നു. മെയ് 8 മുതൽ എല്ലാ ജില്ലകളിലും പരക്കെ മഴയ്ക്ക് സാധ്യത. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.